ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. തൊലന്തീനോയിലെ വിശുദ്ധ നിക്കോളാസ് 1245 ജനനം, 1305 സെപ്റ്റംബർ 10 നിത്യതയിലേക്ക് യാത്രയായ ഒരു വലിയ പുണ്യവാൻ. അത്ഭുതങ്ങളുടെ മനുഷ്യനായിട്ടാണ് തൊലന്തീനോയിലെ വിശുദ്ധ നിക്കോളാസിനെ എല്ലാവരും ജീവിതകാലത്തും അതിനുശേഷവും കണ്ടിരുന്നത്. ഒരുപാട് അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, അത്ഭുതകരമായ മാനസാന്തരങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് വിശുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തൊടുന്നതെല്ലാം അത്ഭുതമെന്ന നിലയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജനം തിരിച്ചറിഞ്ഞിരുന്നത്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു സാന്നിധ്യമായിട്ട്, അടയാളമായിട്ട് ജീവിച്ച ഒരു മഹാപുണ്യവാൻ. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും രക്തം ഒഴുകിക്കൊണ്ടിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അഴുകാത്ത ശരീരം, അതിൽ നിന്ന് വെട്ടി മാറ്റപ്പെട്ട കരങ്ങൾ, ആ കരങ്ങൾ പ്രത്യേകമായ വിധം ദൈവം സംരക്ഷിക്കുന്നതിന് കാരണമാക്കി. ഒരുപക്ഷെങ്കിൽ അനേകായിരം രോഗശാന്തികൾ നൽകിയതുകൊണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ടായിരിക്കാം ആ കരങ്ങളെ തന്നെ ദൈവം പ്രത്യേകമായ വിധം രക്തം പ്രവഹിക്കുന്ന ജീവനുടെ അവസ്ഥയിൽ സംരക്ഷിക്കുവാൻ ഇടയായതും. ഇറ്റലിയിൽ പൊന്താനോയിലെ സാന്ത് ആഞ്ചലോയിലാണ് പുണ്യവാനായ നിക്കോളാസ് ജനിക്കുന്നത്. ഗൗരൂത്തി അമാത്ത ദമ്പതികൾക്ക് ദൈവം കൊടുത്ത അതുല്യമായ ഒരു ദാനമായിരുന്നു ഈ കുഞ്ഞിൻ്റെ ജനനം. ഈ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. വളരെ വിശ്വസ്തയോടെ ജീവിച്ച വിശുദ്ധരായ ദമ്പതികൾ മക്കളില്ലാതിരുന്നവരായിരുന്നു. ഒരു മകനെ തരണമേ, ഒരു കുഞ്ഞിനെ തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ അമാത്ത ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. അന്ന് അവിടെ അറിയപ്പെടുന്ന സാന്ത് ആഞ്ചലോയിൽ അറിയപ്പെട്ടിരുന്ന നിക്കോളാസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അമ്മ ഒത്തിരിയേറെ തപശ്ചര്യകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി. അതിന് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിൻ്റെ ജനനം. അമ്മ നേർച്ച നേർന്നു, അല്ലെങ്കിൽ നിയോഗം വെച്ചു, എനിക്ക് നീ തരുന്ന കുഞ്ഞിനെ നീ ആഗ്രഹിക്കുന്ന വിധം നിനക്ക് തന്നെ ഞാൻ സമർപ്പിക്കും. അമ്മയുടെ ആഗ്രഹവും തീരുമാനവുമാണ് പിന്നീട് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് എന്നുള്ളത് മറ്റൊരു പരമാർത്ഥം. അസാധാരണമായ ബുദ്ധിവൈഭവവും ഭക്തിയും ചെറുപ്പം മുതലേ നിക്കോളാസിൽ കണ്ടു തുടങ്ങി. നിക്കോളാസ് പുണ്യവാൻ്റെ മധ്യസ്ഥയിൽ ജനിച്ച കുഞ്ഞ് എന്ന നിലയിൽ കുട്ടിക്ക് നിക്കോളാസ് എന്ന് പേരിടുന്നതിനും മാതാപിതാക്കൾ ശ്രദ്ധിച്ചു. അങ്ങനെ വലിയ സ്നേഹത്തിലും ഭക്തിയിലും ബുദ്ധിശക്തിയിലും ഒക്കെ മിടുക്കനായിട്ട് വളർന്നു വന്ന ഈ കുട്ടി അഗസ്റ്റീനിയൻ സന്യാസിമാരുടെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെ അടുത്തറിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന അഗസ്റ്റീനിയൻ ആശ്രമത്തിലെ ഒരു സന്യാസിയുടെ പ്രസംഗത്താൽ, വചനപ്രഘോഷണത്താൽ ആകൃഷ്ടനായിട്ട് സന്യാസം സ്വീകരിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. നിക്കോളാസിൻ്റെ ഈ തീരുമാനത്തെ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ സ്വാഗതം ചെയ്യും. കാരണം അവരത് ആഗ്രഹിച്ച കാര്യം കൂടിയാണ്. 16-ാമത്തെ വയസ്സിൽ നിക്കോളാസ് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ ചേരുന്നു. അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ ചേർന്ന് നല്ല തീക്ഷ്ണതയുള്ള വിശ്വാസവും ഭക്തിയുമുള്ള മിടുമിടുക്കനായ ഒരു സന്യാസിയായിട്ട് ജീവിക്കുന്ന വേള, അവിടുത്തെ ബിഷപ്പ് ഇതിനെക്കുറിച്ച് അറിയാനിടയായി. ഈ കുട്ടിയുടെ പ്രത്യേക കഴിവും പ്രത്യേക ബുദ്ധിസാമർഥ്യവും അസാധാരണമായ വിശ്വാസവും ഭക്തിയും തീക്ഷ്ണതയും ഒക്കെ കണ്ടുകൊണ്ട് മുൻകൂട്ടി അദ്ദേഹത്തിന് ആസ്തപ്പാട് പട്ടങ്ങൾ നൽകി. ഒരു പൗരോഹിത്യത്തിലേക്കുള്ള വിളി ഈ കുട്ടിക്കുണ്ടെന്ന തിരിച്ചറിവ്, അല്ലെങ്കിൽ ഈ സന്യാസിക്കുണ്ടെന്നുള്ള തിരിച്ചറിവ് പിതാവിനെ മുൻകൂട്ടി അറിയാമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ശ്രദ്ധേയമായ വിധം വിശുദ്ധിയിൽ തന്നെ മുൻപോട്ട് നീങ്ങി. സിൽഗുളിയിൽ വെച്ച് 1271 അദ്ദേഹം പുരോഹിതനായി അഭിഷേകം സ്വീകരിച്ചു. അങ്ങനെ പൗരോഹിത്യം സ്വീകരിച്ച് അഗസ്റ്റീനിയൻ സമൂഹത്തിൻ്റെ വിവിധ ആശ്രമങ്ങളിൽ തുടർന്നുള്ള കാലഘട്ടത്തിൽ ഏതാണ്ട് 4 വർഷത്തോളം അദ്ദേഹം തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുകയാണ്. വിവിധ ആശ്രമങ്ങളിൽ തൻ്റെ ജീവിതവും ശുശ്രൂഷയും ഒക്കെ അനേകായിരങ്ങളെ സ്വാധീനിച്ചു. ആശ്രമവാസികളെയും പുറത്തുള്ളവരെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയുടെ പരിമളം സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു ആ നാളുകളിൽ.
പിന്നീടുള്ള 30 വർഷങ്ങൾ അദ്ദേഹം തൊലന്തീനോയിലെ ഒരു ആശ്രമത്തിലെ അംഗമാവുകയാണ്. തൊലന്തീനോ ആ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശ്രമമാണ്. BC 8 മുതൽ തൊലന്തീനോ എന്ന പ്രത്യേക പ്രദേശം രൂപപ്പെട്ടതാണെന്ന് പറയാൻ പറ്റും. വളരെ പഴക്കമുള്ള BC തന്നെ രൂപപ്പെട്ടു വന്ന ഒരു നാഗരികതയുടെ സംസ്കൃതി അവിടെ ഉണ്ടായിരുന്നു വേണേൽ പറയാൻ പറ്റും. പഴക്കമുള്ള കെട്ടിടങ്ങൾ, വളരെ പുരാതനമായ നാഗരികതയുടെയും ജനവാസത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഏതാണ്ട് ആദ്യ കാലഘട്ടം AD ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം അവിടെ ശക്തമായിട്ടുണ്ടായിരുന്നു, വിശ്വാസ സമൂഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 6-ാം നൂറ്റാണ്ടോടുകൂടി AD 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഒരു രൂപത തൊലന്തീനോയിൽ ഉണ്ടായി. മനോഹരമായ മധ്യ ഇറ്റലിയിലെ മനോഹരമായ മലകളാൽ ചുറ്റപ്പെട്ട വളരെ അനുഗ്രഹീതമായ ഒരു പട്ടണം. 11-ാം നൂറ്റാണ്ട് മുതൽ അങ്ങോട്ട് പിന്നീട് കുറച്ചുകൂടി ഉന്നതമായൊരു നാഗരികതയുടെ ഒരു പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധൻ്റെ ജീവിത കാലഘട്ടത്തിലൊക്കെ വളരെ ഉയർന്ന ഒരു സംസ്കാരത്തിലൊക്കെ വളർന്നു വന്നൊരു പ്രദേശം എന്ന നിലയിൽ നമ്മൾ ഈ പ്രദേശത്തെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ആശ്രമത്തിലെ ജീവിതം അനുഗ്രഹീതമായിരുന്നു. ആശ്രമവാസികൾക്കെന്നല്ല, ചുറ്റുപാടുമുള്ളവർക്കും വിദൂരസ്ഥരായിട്ടുള്ളവർക്കൊക്കെ അനുഗ്രഹ സാന്നിധ്യമായിട്ട് അദ്ദേഹം മാറിയിരുന്നു. അത്ഭുതകരമായ രോഗശാന്തികൾ ആ നാളുകളിലാണ് അദ്ദേഹത്തിലൂടെ ദൈവം പ്രവർത്തിച്ചത്. അനേകായിരങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. അനേകരുടെ ഹൃദയങ്ങളെ തൊട്ടറിയാനുള്ള അനിതര സാധാരണമായൊരു കൃപ ദൈവം ഈ വിശുദ്ധന് കൊടുത്തിരുന്നു. അദ്ദേഹത്തിലൂടെ രോഗശാന്തി കിട്ടിയ ആളുകളൊക്കെ നന്ദി പറയാൻ എത്തുമ്പോൾ നിക്കോളാസ് പറയും, ദൈവത്തിന് നന്ദി പറയുക, ഇത് ആരോടും പറയണ്ട. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായൊരു പ്രതികരണമായിരുന്നു, ദൈവത്തിന് നന്ദി പറയുക, മറ്റാരോടും ഇത് പറയണ്ട. ആ ജീവിതത്തിൻ്റെ മഹത്വം എടുത്തു കാണിക്കുന്ന ഒരു പ്രതികരണം കൂടിയായിരുന്നു അത്. ഒത്തിരിയേറെ പ്രായശ്ചിത്തങ്ങളും തപശ്ചര്യകളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ച ഇദ്ദേഹത്തിനെ ഒരു രോഗം ബാധിക്കുകയുണ്ടായി. ലളിതമായ ജീവിതം നയിച്ച് വളരെ അല്പം മാത്രം ആഹാരമൊക്കെ കഴിച്ച് ജീവിച്ച ഈ മനുഷ്യന് രോഗം ബാധിച്ചപ്പോഴേക്കും സഹസന്യാസിമാരും ഡോക്ടേഴ്സൊക്കെ ആവശ്യപ്പെട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട് ഭക്ഷണം കഴിക്കുക. അതൊക്കെ അദ്ദേഹത്തിന് വിഷമമായിരുന്നു. അങ്ങനെ ഒരു ആഡംബര ജീവിതത്തിൻ്റെ ഒരു അംശം പോലും ജീവിതത്തിലേക്ക് വരാനായിട്ട് പുണ്യവാനായ നിക്കോളാസ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ രാത്രിയിൽ പരിശുദ്ധ കന്യകാമറിയം നിക്കോളാസിന് പ്രത്യക്ഷപ്പെട്ട് ഒരു കഷണം റൊട്ടി വെള്ളത്തിൽ മുക്കിക്കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി ഭക്ഷിച്ചു. അത്ഭുതകരമായ രോഗശാന്തി കിട്ടിയെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈ രോഗശാന്തിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും ഇടപെടലും തിരിച്ചറിഞ്ഞ പുണ്യവാൻ സമാനമായ റൊട്ടി കഷ്ണങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്തു തുടങ്ങി. അത് അവർക്ക് പ്രാർത്ഥിച്ചു കൊടുത്ത ആ റൊട്ടി കഷ്ണങ്ങൾ സ്വീകരിച്ചവർക്കൊക്കെ രോഗശാന്തി കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ സൂചനകളുണ്ട്. ഇന്നും ആ ഒരു പാരമ്പര്യം തൊലന്തീനോയിലെ ആശ്രമത്തിൽ തുടരുന്നുണ്ട്. നിക്കോളാസ് ബ്രെഡ് എന്നറിയപ്പെടുന്ന റൊട്ടി ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പാരമ്പര്യം അങ്ങനെ കിടപ്പുണ്ട്. നിക്കോളാസ് ബ്രെഡ് ആളുകൾക്ക് ഒരു ആശ്രയമായിട്ട്, ഒരു ദൈവികമായ ഇടപെടലിൻ്റെ ഒരു അടയാളമായിട്ട് ആ നാളുകളിലൊക്കെ മാറിയിരുന്നു. പുണ്യവാൻ അതിനുശേഷം ഒരു വർഷത്തിന് ശേഷം വീണ്ടും രോഗിയാവുകയും 1305 മരണം പ്രാപിക്കുകയും ചെയ്തു. നിത്യതയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അങ്ങനെ ആരംഭിച്ചു. 1345 കുഴിമാടം തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം അവികലമായിട്ട്, അല്പം പോലും ക്ഷയിക്കാതെ വളരെ സൗന്ദര്യത്തോടുകൂടി കാണപ്പെട്ടു. ശോഭയോടെ കാണപ്പെട്ട അഴുകാത്ത ആ ശരീരം അനേകായിരങ്ങൾക്ക് ആകർഷണമായി മാറി. അത് പരസ്യ വണക്കത്തിനായിട്ട് പ്രതിഷ്ഠിക്കുകയുണ്ടായി. പിന്നീട് ആ സമയത്ത് ആരോ അദ്ദേഹത്തിൻ്റെ ഭക്തി കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ മുറിച്ചു മാറ്റിയതായിട്ടാണ് പറയുന്നത്. അങ്ങനെ മുറിച്ചു മാറ്റിയ കരങ്ങളാണ് പിന്നീട് രക്തം പ്രവഹിക്കുന്ന കരങ്ങളായിട്ട് മാറിയത്. ശരീരം കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം അഴുകിയതായിട്ട് പറയപ്പെടുന്നു. പക്ഷേ 1699, അതായത് വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷം, 305 മരിച്ചതാണെന്ന് ഓർക്കുക. 1305 1699 മെയ് 29-ാം തീയതി വരെ ഈ കരങ്ങളിൽ നിന്നും രക്തപ്രവാഹം ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
1926 മുതൽ 26-39 ഇടയ്ക്ക് സ്ഥാപിതമായ ഒരു ഭൂഗർഭ ദൈവാലയത്തിലാണ് ഈ കരങ്ങൾ ഇപ്പോൾ സൂക്ഷിക്കുന്നത്. ഇപ്പോഴും അത് അഴുകാത്ത കരങ്ങളായിട്ട് തന്നെ തുടരുന്നുണ്ട്. ദൈവം ഒരുപക്ഷെ അത്ഭുതകരമായിട്ട് ഈ കരങ്ങളെ സംരക്ഷിച്ചതാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കരങ്ങളായിട്ട് വർത്തിച്ച കരങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് പരിരക്ഷിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അടയാളമായി മാറിയ ഈ മഹാപുണ്യവാൻ ദൈവത്തിൻ്റെ വലിയ കൃപ സ്വീകരിച്ച വ്യക്തിയാണ്. ഭൂഗർഭ ദേവാലയത്തിൽ ഈ കരങ്ങൾ ആ ദേവാലയം ആശീർവദിച്ച് അവിടെ പ്രതിഷ്ഠിച്ചത് 11-ാം പീയൂസ് മാർപ്പാപ്പയാണ് 1939. അങ്ങനെ ഒരു ദൈവികമായ ഒരു വലിയ സാന്നിധ്യം ലോകത്തിന് നൽകാനായിട്ട് സാധിച്ച മഹാപുണ്യവാനാണ് തൊലന്തീനോയിലെ വിശുദ്ധ നിക്കോളാസ്. ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ നാൾവഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറച്ചുകൂടി അടുത്ത് നോക്കിക്കാണാനും ആ ജീവിതത്തിൻ്റെ ആത്മീയ സൗന്ദര്യം അറിഞ്ഞ് അനുഭവിച്ച് അത് ജീവിതത്തിലേക്കൊന്ന് ആവാഹിച്ചെടുക്കാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ചെറുപ്പം മുതലേ വിശുദ്ധിയിൽ തന്നെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തി, നഷ്ടപ്പെട്ടു പോകാതെ തൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധി അഭംഗുരം കാത്തു സൂക്ഷിക്കാൻ അനുസ്യൂതം യത്നിച്ച ഒരു വ്യക്തി, ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ധാരാളം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് സുഹൃത കുസുമങ്ങൾ ലോകത്തിൽ പൊഴിച്ചുകൊണ്ട് ജീവിച്ച ഒരു മഹത്തായ വ്യക്തിത്വം. പുണ്യവാൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സുഹൃതങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ സുവിശേഷ മൂല്യങ്ങളിലൂടെ നമുക്ക് സാവധാനം യാത്ര ചെയ്യാം. അതിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് ധ്യാനപൂർവം ഒന്ന് വിചിന്തനം ചെയ്യാൻ വിട്ടുകൊടുക്കാം. തൊലന്തീനോയിലെ വിശുദ്ധ നിക്കോളാസ് അത്ഭുതങ്ങളുടെ മനുഷ്യനാണ്. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അനേകായിരം രോഗികളെ സുഖമാക്കിയ, അനേകം പേർക്ക് ജീവിതത്തിൽ മനസാന്തരാനുഭവം നൽകിയ ഒരു അതുല്യമായ വിശുദ്ധ വ്യക്തിത്വം. ഈ പുണ്യവാൻ അത്ഭുതങ്ങൾ ചെയ്തതിന് ശേഷം, രോഗശാന്തി കൊടുത്തതിന് ശേഷം ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമായിരുന്നു. അവരൊക്കെ നന്ദി പറയാനായിട്ട് തിരിച്ചു വരുമ്പം പുണ്യവാൻ പറയും, ആരോടും ഇത് പറയരുത്, ദൈവത്തിന് നന്ദി പറയുക. മനോഹരമായ ഈ ചിന്തയ്ക്ക് സുവിശേഷത്തിൻ്റെ ഒരു വെളിച്ചമുണ്ട്, അസാധാരണമായ ഒരു വെളിച്ചമുണ്ട് ഇതിന്. സുവിശേഷത്തിൽ, പ്രത്യേകിച്ചും സമാന്തര സുവിശേഷങ്ങളിൽ, ഏറ്റവും പ്രത്യേകിച്ചും മർക്കോസ് സുവിശേഷത്തിൽ ഈശോയുടെ തന്നെ ഒരു പ്രതികരണം ഇതുമായിട്ട് വളരെ ചേർന്ന് കിടക്കുന്നതാണ്. അതിൽ നിന്നാവണം വിശുദ്ധൻ ഈ ചൈതന്യം സ്വീകരിക്കുന്നതും. ഈശോ പറയുന്നു, രോഗശാന്തികൾ കൊടുത്തിട്ട്, ഭൂതോച്ചാടനങ്ങൾ നടത്തിയിട്ട്, ഇതാരോട് പറയരുത്, പോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുക, പരസ്യമാക്കണ്ട, ഇതാരോടും പറയരുത്. ആവർത്തിച്ച് ഓരോ പ്രാവശ്യവും ഈശോ പറയുന്നൊരു കാര്യമാണിത്. ശിഷ്യന്മാരോടും ഇതേ കാര്യങ്ങൾ തന്നെ പലതരത്തിലും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം? വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം കർത്താവിനുണ്ട്. അവിടുത്തെ പദ്ധതി രക്ഷാകരമായ പദ്ധതിയാണ്. ലോകത്തിൻ്റെ മുഴുവനും രക്ഷ, മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ, മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ സമഗ്രമായ രക്ഷയാണ് അവിടുന്ന് നൽകുന്നത്. അതിനാണ് അവിടെ നയിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് അവിടുത്തേക്ക് വ്യക്തമായ ഒരു വഴിയുണ്ട്. ദൈവിക പദ്ധതി തന്നിലൂടെ പൂർത്തിയാവാനുള്ളത് കാൽവരിയിലെ കുരിശിലാണെന്ന് അവിടത്തേക്കറിയാം. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അത്ഭുതങ്ങളിൽ മനുഷ്യൻ ശ്രദ്ധ വയ്ക്കുകയും അത്ഭുതങ്ങളുടെ പിന്നാലെ പരക്കം പായുകയും തന്നെ പിടിച്ച് രാജാവാക്കുകയും ചെയ്യുന്ന ഒരു അപകടം. കാരണം യഹൂദ സമൂഹം, യഹൂദ ജനത കാത്തിരുന്ന മിശിഹ, അവരുടെ മിശിഹ സങ്കല്പങ്ങൾ കൂടുതൽ ഒരു ഭൗതിക മിശിഹ സങ്കല്പമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ലിബറേറ്റർ, രാഷ്ട്രീയ വിമോചകനായ മിശിഹ, റോമൻ ആധിപത്യത്തിൽ നിന്നും യഹൂദ സമൂഹത്തെ മോചിപ്പിച്ചെടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ ലിബറേറ്റർ, അത്തരത്തിൽ മിശിഹായെ കാണുകയും അതിന് ജനങ്ങളെ ഇളക്കുന്ന, ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവൻ മാറുകയും ചെയ്യുന്നെങ്കിൽ ഇവനെ ഒരു ഭൗതിക രാജാവാക്കാൻ പറ്റും. ഈ ചിന്തയിലേക്ക് ആളുകൾ പെട്ടെന്ന് നീങ്ങും. അങ്ങനെ വരാതിരിക്കണം, തൻ്റെ ദൗത്യം പരാജയപ്പെടാൻ ഇടയാവരുത്, വ്യക്തമായ ദിശാബോധത്തോടുകൂടി നീങ്ങണമെന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇതാരോടും പറയരുത് എന്ന് അവിടുന്ന് പറയുന്നത്. മാത്രമല്ല സുവിശേഷകന്മാർ, പ്രത്യേകിച്ച് മർക്കോസ് സുവിശേഷത്തിൽ മെസ്സിയാനിക് സീക്രട്ട് എന്ന ഒരു തത്വം തന്നെ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. തൻ്റെ സുവിശേഷ ആഖ്യാനങ്ങളിലൂടെ മിശിഹായുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് കുരിശിൻ ചുവട്ടിൽ വെച്ച് തന്നെ ആയിരിക്കണം എന്ന് സുവിശേഷകന് നിർബന്ധമുണ്ട്. 15-ാം അധ്യായം 39-ാമത്തെ തിരുവചനം, കുരിശിൻ ചുവട്ടിൽ വെച്ച് ശതാധിപൻ വിളിച്ചു പറയുന്നു, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ഈ 15:39 എത്തുമ്പോഴാണ്, കുരിശിൻ ചുവട്ടിൽ എത്തുമ്പോഴാണ് ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ വിജാതീയനായ ഒരു ശതാധിപൻ്റെ നാവിലൂടെ പുറത്തു കൊണ്ടുവരുവാൻ
സുവിശേഷകൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ സുവിശേഷകൻ്റെ തന്നെ ലക്ഷ്യം ഈശോ മിശിഹായെ കുരിശിലൂടെ രക്ഷ നേടിത്തന്ന യഥാർത്ഥ വിമോചകനായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അടിസ്ഥാനപരമായ സത്യം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശൈലികളെയും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പ്രദായങ്ങളെയൊക്കെ സ്വാധീനിക്കേണ്ടതാണ്. പലപ്പോഴും ആത്മീയ മേഖലകളിൽ തന്നെ ഒരു അമിതമായ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളും അതിനുള്ള ശ്രമങ്ങളും ഏറെ കൂടി വരുന്ന ഒരു കാലത്തിന് നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പബ്ലിസിറ്റി ആവശ്യത്തിന് നല്ലതാണ്, പ്രചരണങ്ങൾ ആവശ്യമാണ്, ഒരു ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആത്മീയ ശുശ്രൂഷയ്ക്കോ ആവശ്യമായ പബ്ലിസിറ്റികളൊക്കെ വേണ്ടി വരും. ആളുകൾ വന്നെത്താനുള്ള ഒരു വിവര സാങ്കേതിക വിദ്യയുടെ വർധനവും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആളുകളെ വിവരങ്ങൾ അറിയിക്കാൻ ആവശ്യമായതൊക്കെ വേണ്ടി വരും. പക്ഷേ അമിതമായിട്ട് ഇത് മാറുമ്പോൾ, പലതിൻ്റെയും അതിര് കടക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്നതിന് കാരണമായി തീരുന്നുണ്ട്. പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസരങ്ങളുമുണ്ട്. കാരണം പബ്ലിസിറ്റി, രോഗശാന്തി ഉദാഹരണത്തിന്, രോഗശാന്തിക്ക് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യം, എന്തെങ്കിലും പ്രത്യേകമായ ഒരു സാമ്പത്തിക ലാഭം ലഭിക്കുമെന്നുള്ള അമിതമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രചരണം, ഇതൊക്കെ മനുഷ്യനെ ഒരു വചനശ്രവണത്തിനോ കൺവെൻഷനോ ധ്യാനത്തിനോ കൊണ്ടുവരുന്നെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അതിലൊരു തെറ്റുണ്ട്, ഒരു വൈകല്യമുണ്ട്. ഇതൊക്കെ ഒരു ആകർഷണത്തിൻ്റെ ആദ്യത്തെ പടികളായി മാറാമെങ്കിലും അതിനപ്പുറത്തുള്ളൊരു ആത്മീയതയിലേക്ക്, മിശിഹ എന്ന വ്യക്തിയെ രക്ഷകനും നാഥനുമായിട്ട് തിരിച്ചറിയുന്ന ഒരു ആത്മീയതയിലേക്ക്, കുരിശിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ഒരു ആത്മീയതയിലേക്ക്, ഇടുങ്ങിയ വഴിയിലൂടെ നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സമർപ്പണത്തിൻ്റെ വഴികൾ വെട്ടിത്തുറക്കുന്ന ഒരു ആത്മീയതയിലേക്ക്, സ്വകാര്യതയുടെ ഈ കൊച്ചു മുറിയിലേക്ക് മാറിയിരുന്നു കൊണ്ട് ഹൃദയത്തിലേക്ക് നടന്നു കയറി അവിടെ എൻ്റെ പിതാവിനോട് സ്വകാര്യതയിൽ സംഭാഷണം നടത്തുന്ന ഒരു ആത്മീയതയുടെ അർത്ഥവത്തായ ശൈലിയിലേക്ക് ഒക്കെ വളരാനും ഉയരാനും കൂടി നമ്മുടെ ധ്യാനങ്ങൾക്കും പ്രസംഗങ്ങൾക്കും ഒക്കെ കഴിയണം. അത്തരത്തിലുള്ള ഒരു ആത്മീയത, അതും സഭയുടെ ആത്മീയത തന്നെ വളർത്തിയെടുക്കാനായിട്ട് തീക്ഷ്ണമായ ഒരു ശ്രദ്ധ, ജാഗ്രത ഈ നാളുകളിൽ നമ്മൾ പുലർത്തണം എന്നൊരു വായന കൂടി നിക്കോളാസിൻ്റെ ജീവിതം നമുക്ക് തരുന്നുണ്ട്. മിശിഹായുടെ ജീവിതവും സുവിശേഷവും എല്ലാം പഠിപ്പിക്കുന്ന അതാണ്. നിന്റെ ഇടത്തുകൈ ചെയ്യുന്നത് എന്താണെന്ന് വലതുകൈ അറിയരുത്, അല്ലെങ്കിൽ തിരിച്ച്. ഇങ്ങനെ ഒരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എങ്ങനെയായിരിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആത്മീയതയുടെ ആ ഒരു ജീവിതബന്ധിയായ സ്വകാര്യമായ ഒരു ഭാവങ്ങൾ, ആർഭാടത്തിനും പബ്ലിസിറ്റിക്കും വിലക്ക് കൽപ്പിച്ചു എന്നുള്ള നിലപാടുകൾ, ഇതൊക്കെ നമുക്ക് കൈമോശം വന്നു പോകാൻ പാടില്ലാത്ത ഒരു അനിവാര്യതയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ ജീവിതത്തെ ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ കഴിയട്ടെ. ആത്മീയ മേഖലയിൽ മാത്രമല്ല, ആത്മീയനായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ എത്ര സ്മാരകങ്ങൾ തീർക്കാൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നു. എൻ്റെ ജീവിതം, എൻ്റെ സ്മരണ ഈ ഭൂമിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കി വെക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ സ്മാരകങ്ങൾ, സാമൂഹിക സാംസ്കാരിക മതപരമായ സ്മാരകങ്ങൾ, ഇതൊക്കെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം നമ്മളിൽ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ സ്ഥാപിച്ച് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒന്നാണോ ഈ സ്മരണ? മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ എൻ്റെ പേര് ആലേഖനം ചെയ്യപ്പെടുന്നെങ്കിൽ, ദൈവം അനുവദിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ സ്മാരകം. അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ബാക്കി ഒരു ഭൗതിക സ്മാരകത്തിനും എന്നെ ഒന്നും ആക്കി തീർക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് പരമാർത്ഥം. ദൈവം തരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവം തരുന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് കൂടി നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയണം. വിശുദ്ധൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏടാണ് ശുദ്ധീകരാത്മാക്കളോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഭക്തി, അല്ലെങ്കിൽ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥ പ്രാർത്ഥനയും മാധ്യസ്ഥ ശക്തിയും. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ, അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നതിൽ വിശുദ്ധ നിക്കോളാസ് ഒത്തിരിയേറെ ശ്രദ്ധിച്ചിരുന്നു. മരണശേഷം അദ്ദേഹത്തെ ശുദ്ധീകരാത്മാക്കളുടെ മധ്യസ്ഥനായിട്ട് കൂടി സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. എൻ്റെ ജീവിതം, എൻ്റെ മരണശേഷം ദൈവത്തിലേക്ക് പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ആത്മാവിൻ്റെ കുറവുകൾ പരിഹരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശുദ്ധീകരണ വഴി സഭ കൃത്യമായിട്ടത് പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു 3 തലവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, സ്വർഗജീവിതത്തെക്കുറിച്ച്, ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച്, ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച്. അപ്പോൾ സമരസഭ, സഹനസഭ, വിജയസഭ എന്ന 3 തരത്തിൽ അതിനെ കാണാൻ പറ്റും. വിജയസഭ സ്വർഗത്തിലെ സഭ, സഹനസഭ ശുദ്ധീകരണ സ്ഥലത്തിലെ, ശുദ്ധീകരണാവസ്ഥയിലെ സഭ, സമരസഭ ഈ ഭൂമിയിലെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിലൂടെ സുവിശേഷം ജീവിക്കുന്നതിനുള്ള തീക്ഷ്ണമായ ഇടപെടലുകൾ, നിലപാടുകൾ, അതാണ് സമരസഭ. അപ്പോൾ ഈ 3 തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട് എന്ന് സഭ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ടു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ആരൊക്കെയായിരുന്നാലും
അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും ത്യാഗം സഹിക്കാനും സാധിക്കുന്നത് ചെയ്യാവുന്ന വലിയൊരു സുഹൃതമാണ് എന്ന ഒരു വലിയ തിരിച്ചറിവും കൂടി ഇവിടെയുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സഭയുടെ ആദ്യകാല പാരമ്പര്യത്തിൽ തന്നെ ഉണ്ട്. എഴുതപ്പെടാത്ത വിശ്വാസത്തിൻ്റെ പാരമ്പര്യങ്ങളെയും കത്തോലിക്ക സഭ എന്നും എക്കാലത്തും, അതും അപ്പസ്തോലിക സഭകളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഈ എഴുതപ്പെടാത്ത വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അത് എഴുതപ്പെട്ട ലിഖിതങ്ങൾക്കകത്തും, മക്കബായരുടെ പുസ്തകം പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും ലേഖനങ്ങൾക്കകത്തൊക്കെ അതിൻ്റെ സൂചനകൾ കിടപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈശോയുടെ വാക്കുകളിലും ഈ സൂചനകളൊക്കെ തന്നെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക, സുവിശേഷത്തിലും. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി അവരുമായിട്ടുള്ള ഒരു ബന്ധം, സ്നേഹത്തിൻ്റെ ബന്ധം മരിച്ചു കഴിഞ്ഞും തുടരാൻ കഴിയുന്നതിൻ്റെ ഒരു വഴിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ത്യാഗം സഹിക്കാനും സാധിക്കുന്നത്. അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹങ്ങളാണ്. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ ധാരാളം അനുഗ്രഹങ്ങളും സുഹൃതവും നമുക്ക് സ്വന്തമാക്കാൻ പറ്റും എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവണം. ഈ ഒരു അറിവിലേക്ക് കൂടി നമുക്ക് വളരാൻ കഴിയണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ രൂപതയിലെ ഒരു വല്യച്ഛൻ 101 വയസ്സോളമായി. 100 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയൊരു ഹൃദയ ആഘാതവുമായിട്ട് ബന്ധപ്പെട്ടൊരു അസുഖം വന്നിട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി നടത്തി വിജയിപ്പിച്ചത്. പത്രവാർത്തകളിലൊക്കെ വന്ന കാര്യമാണത്. 101 വയസ്സാണ്. ഇത്രയും ആയുസ്സും ആരോഗ്യവും ഇപ്പോഴും ശുശ്രൂഷയിലാണ്. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവാനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്നും കർത്തൃ ശുശ്രൂഷയിലാണ് ആ വലിയ മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ. അച്ഛനോട് ചോദിച്ചു ഒരിക്കൽ, അച്ഛൻ്റെ ഈ ആയുസ്സിൻ്റെയൊക്കെ രഹസ്യം എന്താണ്? അച്ഛൻ പറഞ്ഞു, ചെറിയൊരു രഹസ്യമേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഈ ആയുസ്സും ആരോഗ്യമൊക്കെ ഇതുപോലെ തരുന്നത്. വലിയൊരു സത്യമാണ്. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ട് ആ വന്യ വൈദികൻ തൻ്റെ ആയുസ്സിനെ എണ്ണുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും നാമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇനി നമുക്ക് പുതിയ പ്രതിജ്ഞ എടുത്ത് തീരുമാനം ഉറപ്പിക്കാം. പുണ്യവാന്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സുഹൃതമായിരുന്നു അദ്ദേഹത്തിന് പാവങ്ങളോട്, നിരാധാരരായ വ്യക്തികളോട്, രോഗികളോടുള്ള വലിയ സ്നേഹവും കരുണയും അനുകമ്പയും. അദ്ദേഹത്തിൻ്റെ ജീവിതം അവർക്ക് വേണ്ടി വ്യയം ചെയ്ത ഒരു ജീവിതമായിരുന്നു. പരിശുദ്ധ അമ്മ ഒരു പ്രത്യേക അത്ഭുതകരമായ ഇടപെടലിലൂടെ അപ്പക്കഷണം വെള്ളത്തിൽ മുക്കിക്കൊടുത്തുകൊണ്ട് സൗഖ്യം നൽകിയല്ലോ പുണ്യവാന്. അങ്ങനെയാണ് നിക്കോളാസ് ബ്രെഡ് എന്ന് പറയുന്ന ബ്രെഡ് അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയെടുത്ത് ആളുകൾക്ക് കൊടുത്ത രോഗശാന്തി കിട്ടിയെന്ന് നമ്മൾ കണ്ടു. ആ ബ്രെഡിൻ്റെ പാരമ്പര്യം പിന്നീട് തുടരുന്നുമുണ്ട് ആശ്രമത്തിൽ. ഇത് ഒരു പ്രതീകം കൂടിയാണ്. മറ്റുള്ളവർക്ക് അപ്പമായി തീർന്ന പുണ്യവാന്റെ ജീവിതത്തിൻ്റെ പ്രതീകമാണ് നിക്കോളാസ് ബ്രെഡ് തന്നെ. അപ്പോൾ ഒരു അപ്പമായി മാറുക എന്ന് പറയുന്ന വിളി ഒരു വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ ജീവിതാവസ്ഥയിലായിരുന്നു കൊണ്ട് അപ്പനെന്നോ അമ്മയെന്നോ സഹോദരങ്ങളോ എന്നോ നിലകളിൽ, ഒരു പുരോഹിതൻ, സമർപ്പിത, സന്യാസി, സന്യാസിനി, ഈ നിലകളിലൊക്കെ അപ്പമായി മാറുവാനുള്ള ഒരു വിളി എനിക്കുണ്ട്. എൻ്റെ അസ്തിത്വപരമായ ഒരു ഭംഗിയാണ് പങ്കുവെക്കുന്നതിലൂടെ കിട്ടുന്ന ആനന്ദം. ആ കൃപ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മെ തന്നെ പങ്കുവെക്കാം. മക്കൾക്ക് വേണ്ടി മുറിച്ചു കൊടുക്കാൻ അപ്പനും അമ്മയ്ക്കും കഴിയുമ്പോൾ, മക്കളും അതുപോലെ ത്യാഗപൂർവ്വം മാതാപിതാക്കൾക്ക് വേണ്ടി കരുതലോടെ ജീവിക്കുമ്പോൾ, അവരെ സ്നേഹത്തോടു കൂടി ത്യാഗപൂർവ്വം അവരുടെ വാർദ്ധക്യത്തിൽ ഒരു കുറവും വരാതെ അവരെ അന്വേഷിക്കുമ്പോഴൊക്കെ മുറിച്ചു കൊടുക്കുന്ന അപ്പമാകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പമാകാനുള്ള ഈ വിളിക്ക് ഇന്ന് ഒത്തിരിയേറെ വിള്ളലുകൾ വീണിട്ടുണ്ട്. കുടുംബങ്ങൾ ഇന്ന് വല്ലാതെ വിണ്ടുകീറിയിട്ടുണ്ടെന്നർത്ഥം. കഥകടഞ്ഞു കിടന്ന കതകുകളൊക്കെ പിറ്റേന്നൊരു പോലീസ് വിഭാഗം വന്ന് ചവിട്ടി തുറന്ന് അകത്തു കയറുന്നു. അകത്തു കയറുമ്പോൾ ആ കട്ടിലിലും ഫാനിലുമൊക്കെ ആയിട്ട് മരവിച്ച് കിടക്കുന്ന കുറേ മനുഷ്യദേഹങ്ങൾ. ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ വല്ലാത്ത വ്യഥയാണ്. എന്തൊക്കെയോ നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അടിസ്ഥാനപരമായിട്ട് സ്വാർത്ഥമാണ് കാരണം. എൻ്റെ സ്വാർത്ഥത്തിൽ ഞാൻ ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൂടെ പോലും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവുന്നില്ല. എൻ്റെ ഇഷ്ടം തന്നിഷ്ടം, അത് കുടുംബത്തിൻ്റെ പോലും ഇഷ്ടമായിട്ട് പരിഗണിക്കാൻ പാകത്തിലുള്ള നിസാര ഒരു വിശാലത പോലും ഇല്ലാതെ പോകുന്നതിൻ്റെ ഗതികേടാണ് ആത്മഹത്യകൾ. എന്ന് മാത്രമല്ല, ജീവിതത്തിലെ കുടുംബ ബന്ധങ്ങൾ പൊട്ടിമുറിയുന്നു. എത്ര കണ്ണികളായി ഇന്ന് പൊട്ടിത്തെറിക്കുന്നത്. താലിച്ചരടുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നു. എങ്ങനെയൊന്ന് വേർപെടുത്തി തരണമേ ഈ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ കോടതികളിലൂടെ കയറിയിറങ്ങുന്നു. സഭാ കോടതികളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നം സ്വാർത്ഥമാണ്, വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ലായ്മയാണ്. അപ്പമായി തീരാനുള്ള അടിസ്ഥാനപരമായ വിളിക്ക് ഉത്തരം കൊടുക്കാത്ത എൻ്റെ സ്വാർത്ഥഭാവങ്ങൾ നിക്കോളാസ് പുണ്യവാൻ്റെ ഒരു ചോദ്യചിഹ്നമാണ്. കർത്താവീശോയുടെ ജീവിതം മുഴുവനും അപ്പത്തിൻ്റെ ജീവിതമായിരുന്നു. തിരുവോസ്തിയിൽ അവൻ അപ്പമായിട്ട് അവസാനം നമ്മുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരുന്നുമുണ്ട്. ഈ അപ്പത്തിൻ്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ അപ്പമായിട്ട് പങ്കുവയ്ക്കാനുള്ള അടിസ്ഥാനപരമായ, അസ്തിത്വപരമായ ഈ ക്രിയാത്മകമായ വിളിക്ക് ഉത്തരം നൽകാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. വിശുദ്ധ നിക്കോളാസിനെ പോലെ വിനീതരായിട്ട്
എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കാൻ പാകത്തിൽ അനാവശ്യമായ പബ്ലിസിറ്റികളോട് വിട പറഞ്ഞുകൊണ്ട് തമ്പുരാന് വേണ്ടി ജീവിക്കാൻ, തനിക്കുള്ളതൊക്കെ കർത്താവിൻ്റെ കൃപയാണെന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുവാൻ, മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ, അപ്പത്തിൻ്റെ ത്യാഗനിർഭരമായ സമർപ്പണത്തിൻ്റെ ശൈലി ജീവിതത്തിൽ പാലിക്കുവാനൊക്കെയുള്ള നല്ല പ്രതിജ്ഞകൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ വഴിയിലൂടെയുള്ള തീർത്ഥാടനം തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഹൃദയം അടുപ്പിക്കാം. നല്ല ഈശോയെ, ഞങ്ങളെ പൂർണ്ണമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങേക്ക് പൂർണ്ണമായി സമർപ്പിച്ച വിശുദ്ധ നിക്കോളാസിൻ്റെ ജീവിതത്തെ ഞങ്ങൾക്ക് അങ്ങ് മാതൃകയായി നൽകിയല്ലോ. അങ്ങയുടെ സ്നേഹവും സാന്ത്വനവും സമാശ്വാസവും അനേകർക്ക് അനുഭവിക്കുവാൻ ഈ പുണ്യവാനെ അവിടുന്ന് ഉപകരണമാക്കി. നല്ല ദൈവമേ, അർത്ഥവത്തായ ഒരു ജീവിതത്തിലൂടെ അത്ഭുതങ്ങളുടെ അടയാളമായി മാറിയ ഈ പുണ്യജീവിതത്തെ നോക്കിക്കാണാനും പഠിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധവും നിഷ്കളങ്കവുമായ ജീവിതം നയിച്ചുകൊണ്ട് അനേകർക്ക് ആശ്വാസം പകരുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് സ്വയം മുറിച്ചു നൽകുന്ന സമർപ്പണത്തിൻ്റെ അരൂപിയിൽ വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ, ദൗത്യങ്ങൾ വിശ്വസ്തയോടും വിശുദ്ധിയോടും അർപ്പണബോധത്തോടും കൂടെ നിർവഹിക്കുവാൻ, ത്യാഗപൂർവം സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ഈ ജീവിതകാലം അനുഗ്രഹീതമായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. നല്ല ദൈവമേ, അവിടുത്തെ വലം കൈ നീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മേ, പുണ്യവാനായ നിക്കോളാസ്, സ്വർഗവാസികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.